Hey everyone, this is Arun Matthew. Welcome back to my channel. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സീരിയസ് ബിഗിനർ ക്യാമറയാണ്. Guess it. Fujifilm X-T50. Let's kick it off. ഒരു പഴയകാല റേഞ്ച് ഫൈൻഡർ ഫിലിം ക്യാമറ ഓർമ്മപ്പെടുത്തുന്ന ഡിസൈനിലാണ് X-T50 വന്നിരിക്കുന്നത്. മറ്റുള്ള ക്യാമറയിൽ നിന്ന് X-T50 വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നറിയോ? ഇതിൻ്റെ ഡിസൈൻ. ഇറ്റ്സ് വെരി കോമ്പാക്ട് ആൻഡ് ലൈറ്റ് വെയ്റ്റ്. ഓൺലി 438 grams. ഒരു S25 അൾട്രയേക്കാളും ചെറുത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇതൊരു സീരിയസ് ബിഗിനർ ക്യാമറയാണ്. ബിക്കോസ് ഇറ്റ്സ് എ 40 MB APS-C CMOS സെൻസർ ക്യാമറ. ഈ ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് AI ബേസ്ഡ് സബ്ജക്റ്റ് ഡിറ്റക്ഷൻ ഉള്ളതാണ്. ഫിലിം ക്യാമറയുടെ ലുക്ക് മാത്രമല്ല, ഇതിൽ ഒരു 20 ഡെഡിക്കേറ്റഡ് ഫിലിം സിമുലേഷൻ ഡയൽ കൂടിയുണ്ട്. സോ നമുക്ക് ഓരോ സിമുലേഷനും ഈസിലി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ക്വാളിറ്റിയിൽ ഭയങ്കര കോൺഷ്യസ് ആണല്ലോ. അതിനൊരു സൊല്യൂഷനായിട്ട് ഇതിനകത്ത് റോ ഫോമാറ്റും ഉണ്ട്. ട്രൈപോഡിൻ്റെ ഒരു ആവശ്യം ഈ ക്യാമറയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് അത്ര തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ IBS ഹാൻഡ് ഹെൽഡ് നൈറ്റ് ഷൂട്ടിങ്ങിന് കിടലിനാണ്. 6400 ISOയിൽ പോലും ഇതിനകത്ത് മൈനർ ഗ്രെയിൻസേ ഉള്ളൂ. ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടി മാത്രമല്ല, ഇത് ഫിലിം മേക്കേഴ്സിനെയും കൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ക്യാമറയാണ്. നിങ്ങൾക്ക് 6.2K 30 FPS-ലും 10-bit 422 കളർ സാമ്പിളിങ്ങും അവൈലബിൾ ആണ്. ഇതിൻ്റെ ലോക്ക് സപ്പോർട്ട് വരുന്നത് F-Log2 ആണ്. അതും ഡൈനാമിക് റേഞ്ച് 13+ സ്റ്റോപ്പിലും 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലും Full HD 240 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. $100 FPS റിഫ്രഷ് റേറ്റ് ഉള്ള ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറും 2-way ടിൽറ്റുള്ള LCD-യുമാണ് ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് 2 പോരായ്മയാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ഇതിൽ ഹെഡ്ഫോൺ ജാക്കില്ല. രണ്ടാമത്തത് ചെറിയ ബാറ്ററിയാണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറയാണ് X-T50. സോ ഗൈസ്, ട്രൈ ഇറ്റ് ഔട്ട്.